മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. സത്യമാണ് ഈ പറയുന്നത് പോലെ പെൺകുട്ടികളുടെ അമ്മമാര് തന്നെ ചെന്നിട്ട് മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാം ഒരു രാത്രി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അവസരം കൊടുത്താൽ മതി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസുകളുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം. പക്ഷെ ഹേമ കമ്മിറ്റി വന്നപ്പം ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ആള് ഞാനല്ല. അതിനകത്ത് റിപ്പോർട്ടില് മൊഴി കൊടുത്തിരിക്കുന്ന ആള് ഞാനല്ല. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നതല്ല, എനിക്ക് അതിനറിയാം. ഐ ഹാവ് ഓൾ ദ എവിഡൻസ്. അതെ, ആസ് എ ഗേൾ ചോദിക്കാൻ പാടില്ലാത്തത്, എന്നാലും നമ്മുടെ ആ ഒരു സുഹൃത്ബന്ധത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും ശ്രുതിയോട് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അവരോട് ഉറപ്പായിട്ടും പറ്റില്ല. കട്ടു ചേസ് ആയതുകൊണ്ട് എനിക്ക് എന്ന് വെച്ചാല് എനിക്ക് പണ്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ തിരിച്ചിങ്ങനെ പറയണം. ഒരു കാര്യമില്ല, വെറുതെ നമ്മുടെ കൂടെ പേര് ചീത്തപ്പേരാക്കാന്നുള്ളതേ ഉള്ളൂ. എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. ഇവരത് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരവരുടെ വായി വരുന്നതായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, പെണ്ണുങ്ങളും കൂടെ വിചാരിക്കണം. ഇത് വെറുതെ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ മോശം. ഇത് ഈ അങ്ങോട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളപ്പോഴത്തേക്കും ബാക്കി നമ്മൾ ഇവിടെ കിടന്ന് എത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.